നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന ആസൂത്രണ ബോർഡ് പരീക്ഷാ മൂല്യനിർണ്ണയ വിവാദങ്ങൾക്കിടെ നിർണായക PSC യോഗം തിരുവനന്തപുരത്ത്. ചെയർമാന്റെ നടപടികളിൽ ഉന്നതതല വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തേക്കും. PSC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PSC അംഗങ്ങളുടെ അമിത ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തെക്കുറിച്ചുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ. ബംഗാളിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. മമതാ ബാനർജിയുടെ വസതിക്ക് മുന്നിൽ വൻ സുരക്ഷാ സന്നാഹം. മമതയെ വീട്ടുതടങ്കലിലാക്കിയെന്ന് തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ വസതിക്ക് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് കേന്ദ്രസേനയും പോലീസും. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് നിർണായക യോഗം ഇന്ന് വൈകിട്ട്. ചമ്പത് റായിയുടെയും ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്രയുടെയും രാജിയിൽ നിർണായക തീരുമാനം. കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഭരണനിർവഹണത്തിന് നിയമിച്ചേക്കും. അഭിമന്യു വധക്കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച് കോടതി. കോടതിയിൽ ഹാജരായത് 1 മുതൽ 16 വരെയുള്ള പ്രതികൾ. വിചാരണ നടക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുടെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വികസന സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തലും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കലും ലക്ഷ്യം. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത് 40 വർഷങ്ങൾക്ക് ശേഷം. ഫിഫ ലോകകപ്പിൽ നിന്ന് കരുത്തരായ ബ്രസീൽ പുറത്ത്. കാനറികളെ തകർത്ത് നോർവേ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ. ഇരട്ട ഗോൾ നേട്ടവുമായി എർലിൻ ഹാലൻഡ്. ഗോൾ വേട്ടയിൽ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പം. വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. മെക്സിക്കോയെ 3-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം. പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം ഇന്ന് രാത്രി 12:30. PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തെക്കുറിച്ചുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ. ഇതിലെ ക്രിമിനൽ ഗൂഢാലോചന പരിശോധിക്കുകയാണ്. അന്വേഷിക്കുന്നതിൽ നിയമതടസ്സമില്ലെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. പരാതികളിൽ വിജിലൻസും അന്വേഷണത്തിന് അനുമതി തേടിയിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ നിർണായകമായ PSC യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. അതിനിടെ PSC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, ഏറെ വിവാദങ്ങൾക്കിടെയാണ് ഇന്നത്തെ PSCയുടെ യോഗം തുടരുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ? ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് അത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് എത്തി, അല്ലേ? മായ, യോഗം ഇപ്പോഴും തുടരുകയാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ്, ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു യോഗം നടക്കുന്നത് എന്നുള്ളതാണ് യോഗത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ യോഗത്തിനിടയിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ ചെയർമാനെ അറിയിക്കുന്നു അംഗങ്ങൾ എന്നുള്ളതാണ്. 0 അവർ 1.5 മണിക്കൂർ പിന്നിടുമ്പോഴും ആ ചർച്ചകൾ വാദപ്രതിവാദത്തിലൂന്നി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെയർമാനെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അംഗങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ചെയർമാന്റെ നടപടി PSCയെ സംശയ നിഴലിൽ നിർത്തി എന്നുള്ളതാണ് പ്രധാനമായും അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അംഗങ്ങൾ ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു അഭിപ്രായം തന്നെയാണ് പുറമേ നിന്നുള്ള ആ മനുഷ്യർക്കുമുള്ളത് എന്നുള്ളതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ അവിടേക്ക് നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ആ പരീക്ഷ
പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയതുമായി ബന്ധപ്പെട്ടും നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഈ ക്രമക്കേട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചു. ആ നടപടികൾക്കുള്ളിലും വെള്ളം ചിരക്കുന്ന നടപടിയാണ് ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വലിയ രീതിയിൽ സംഘർഷഭരിതമാകുന്ന സാഹചര്യമായിരുന്നു. 4 തവണയോളം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യ വിളികളുമായി ഈ PSC ഓഫീസിന് മുന്നിൽ തന്നെ, ആസ്ഥാനത്തിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചോടിയാണ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയും കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെക്കുറിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായ. ശരി, എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. PSC അംഗങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. PSC ചെയർമാനും അംഗങ്ങൾക്കും നൽകുന്നത് അതിഭീമമായ ശമ്പളമാണ്. പ്രധാനമന്ത്രിയെക്കാളും മുഖ്യമന്ത്രിയെക്കാളും ശമ്പളമാണ് കൈപ്പറ്റുന്നത് എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചു. പശ്ചിമബംഗാളിലെ ബാരുയിപൂരിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ അനുവദിക്കാതെ തന്നെ വീട്ടുതടങ്കലിലാക്കിയെന്ന ആരോപണവുമായി മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊൽക്കത്ത കാളിഘട്ടിലെ മമതയുടെ വസതിക്ക് മുന്നിൽ കേന്ദ്രസേനയും പോലീസും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മമതയെ വീട്ടുതടങ്കലിലാക്കിയെന്നും സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ക്രമസമാധാന പ്രശ്നം മുൻനിർത്തിയാണ് സുരക്ഷാ ക്രമീകരണമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഇന്ന് വൈകിട്ട് യോഗം ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ രാജി, കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ എന്നിവ യോഗം പരിശോധിക്കും. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ചർച്ചയാവും. ഇന്നത്തെ യോഗത്തിൽ ചമ്പത് റായ് പങ്കെടുത്തേക്കില്ല. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം ചേരുന്നത്. ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് മഹാരാജിന്റെ മണിറാം ദാസ് ആശ്രമത്തിൽ വൈകിട്ടാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്ത് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. 2025-26 സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്ക് പരിശോധിച്ച് അംഗീകാരം നൽകുകയാണ് മറ്റൊരു അജണ്ട. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും യോഗം ചർച്ച ചെയ്യും. വിരമിച്ച IAS ഉദ്യോഗസ്ഥനെ CEO സ്ഥാനത്തേക്ക് നിയമിക്കാനാണ് ആലോചന. ഇന്നത്തെ യോഗത്തിൽ ചമ്പത് റായ് പങ്കെടുക്കില്ല എന്നാണ് റിപ്പോർട്ട്. ജീവനക്കാർ തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചെന്നും തട്ടിപ്പിൽ പങ്കില്ലെന്നുമാണ് ചമ്പത് റായ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതേസമയം CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ CCTV നിരീക്ഷണവും സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വികസന, സാമ്പത്തിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നതിനും ചർച്ചയുണ്ടാകുമെന്ന് യാത്രയ്ക്ക് മുമ്പ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നതോടൊപ്പം ഇന്തോ പസഫിക് മേഖലയിലെ സ്വാധീനം, സമുദ്ര സുരക്ഷ, വിതരണ ശൃംഖലകളുടെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാവും. ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥി വിസയ്ക്കുള്ള കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സന്ദർശന വേളയിൽ ചർച്ചയാവും. വ്യാപാര, സാമ്പത്തിക മേഖലകളിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ചർച്ചയുണ്ടാവും. ന്യൂസിലാൻഡുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത്. ഇസ്രയേലിന് അമേരിക്ക അല്ലാതെ മറ്റൊരു ശക്തമായ സഖ്യകക്ഷി ഇല്ലെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് സമ്മതിക്കുമ്പോഴും ഇന്ത്യ നൽകുന്നത് അതിശക്തമായ പിന്തുണയാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ ഈ പരാമർശം. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്നത് അതിശക്തമായ പിന്തുണയാണ്. ഫേസ്ബുക്കിലും തനിക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. And boy, do we have a tremendous support there. You know, I've this Facebook thing, and I'm just flooded by the overwhelming support there, and we have many others. Let me tell you where we have support, because it's fashionable now.
സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ശക്തമായ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണമായത്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ജൂലൈ 9 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ്. മഹാരാഷ്ട്ര തീരപ്രദേശത്ത് വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. മുംബൈയിലെ മൻപുർദ് പ്രദേശത്ത് 4 നില കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു. മുംബൈയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. അതിതീവ്ര മഴയിൽ കനത്ത നാശനഷ്ടമാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്തുണ്ടാക്കിയത്. മുംബൈ മൻപുർ ജനതാ നഗറിൽ മഴയിൽ കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. മഹാരാഷ്ട്രയിൽ മഴക്കെടുതിയിൽ ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ പൂനെ ടണലിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥ റെയിൽ വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മുംബൈ, ഡൽഹി മേഖലകളിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. അടുത്ത 7 ദിവസം കൂടി ഇടവിട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുംബൈ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. താനെ, രത്നഗിരി, റായ്ഗഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയിലും മണ്ണിടിച്ചിലും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് മേഖലകളിലും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ഹിമാചലിൽ ഇതുവരെ 14 മരണം റിപ്പോർട്ട് ചെയ്തു. ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും മഴ കുറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരളത്തിൽ PSCയെ തകർക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും അന്വേഷണത്തിൽ സുതാര്യത വേണമെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. കോറോ ഹെൽത്ത് ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട സംഭവത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ലേബർ കമ്മീഷനുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. ജീവനക്കാരും തൊഴിലാളി സംഘടനാ നേതാക്കളും ഉമാ തോമസ് MLAയും കമ്പനി ലീഗൽ അഡ്വൈസറും ചർച്ചയിൽ പങ്കെടുത്തു. കമ്പനി അധികൃതർ 10-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് ഉമാ തോമസ് MLA പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. തൽസ്ഥിതി തുടരാമെന്ന ധാരണ കമ്പനി ലംഘിച്ചുവെന്നും നാളെ അത് തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും MLA പറഞ്ഞു. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ ഒടുവിൽ മുട്ടുമടക്കി PSC ചെയർമാൻ. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറാൻ തീരുമാനം. പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയ ഉത്തരവ് റദ്ദാക്കും. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. കമ്മീഷൻ സാക്ഷിയായത് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ്. കൂടുതൽ വിവരങ്ങളുമായി എബി തോമസ് ചേരുകയാണ്. എബി, ഒടുവിൽ ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറാൻ തീരുമാനിച്ചു അല്ലേ PSC? വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് PSC ചെയർമാനെതിരെ ഉയർന്നു വന്നത്. നടപടികളിൽ ഉണ്ടായിട്ടുള്ള സുതാര്യതക്കുറവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടു. ഈ ആസൂത്രണ ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ പരീക്ഷ നടത്തിപ്പ്, ഒപ്പം തന്നെ അതിനുശേഷം അതിന്റെ റിസൾട്ട് വന്നത്, അതിനുശേഷം നിയമനം നടന്നത്, ഇതിലൊക്കെ തന്നെയും വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായി. തുടർന്ന് ഈ കണ്ടെത്തലെല്ലാം തന്നെ ഉണ്ടായ ശേഷം വീണ്ടും ആ പരിശോധന നടക്കുന്ന ഘട്ടത്തിലും അതിലും വെള്ളം ചേർക്കുന്ന നടപടി ഉണ്ടായി. അതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇന്ന് നിർണായകമായിട്ടുള്ള PSCയുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു വിഭാഗം അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. വലിയ വിമർശനം തന്നെ കമ്മീഷൻ സാക്ഷി ആവുകയും ചെയ്തിരുന്നു. ഒടുവിലാണ് ഇത്തരത്തിൽ നേരത്തെ തീരുമാനത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് SPക്ക് ഈ അന്വേഷണം കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് ചെയർമാൻ എത്തിയിരിക്കുന്നു. പരീക്ഷാ കൺട്രോൾക്ക് അന്വേഷണം കൈമാറിയിട്ടുള്ള ഉത്തരവ് അത് റദ്ദാക്കാനും തീരുമാനമായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, വാദപ്രതിവാദങ്ങൾ തന്നെ ഇന്നത്തെ യോഗത്തിലുണ്ടായി. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മായ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു എബി തോമസ്.
അഭിമന്യു വധക്കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. കേസിലെ 1 മുതൽ 16 വരെയുള്ള പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരായി. കേസ് ഈ മാസം 24-ലേക്ക് മാറ്റി. അന്ന് വിസ്തരിക്കാത്ത സാക്ഷികളുടെ ലിസ്റ്റും സമർപ്പിച്ചിട്ടും പരിഗണിക്കാത്ത തെളിവുകളുടെയും രേഖകളുടെയും പട്ടിക പ്രോസിക്യൂഷൻ സമർപ്പിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പേരാണ് പ്രതികൾ. 8 വർഷത്തിന് ശേഷമാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. നോർവേ തോൽപ്പിച്ച് ചരിത്രം തിരുത്തിക്കുറിക്കാമെന്ന ബ്രസീലിന്റെ മോഹം ഇത്തവണയും പൂവണിയില്ല. 28 വർഷം മുമ്പ് നടന്നതിന്റെ തനിയാവർത്തനമായിരുന്നു എന്നും. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന്റെ കിരീട പോരാട്ടം പ്രീ ക്വാർട്ടറിൽ വെച്ച് അവസാനിച്ചു. അതോടൊപ്പം പ്രിയതാരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിനും ആരാധകർ സാക്ഷികളായി. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീലിനെ നോർവേ പുല്ലുപോലെ തോൽപ്പിച്ചത് ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചു. 2-1 ബ്രസീൽ തോറ്റു പുറത്തായത്. 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലും ഹാളണ്ട് ബ്രസീലിന്റെ ഗോൾ വല കുലുക്കി. ബ്രസീലിനായി നെയ്മർ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ആശ്വാസ ഗോൾ നേടി. ഇരട്ട ഗോളുകളോടെ ഹാളണ്ട് ഈ ലോകകപ്പിൽ ഗോൾ വേട്ടയിൽ 7 ഗോളുകളോടെ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നിരവധി ഗോൾ അവസരങ്ങളാണ് പാഴാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് നോർവേ ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ കടക്കുന്നത്. അതേസമയം മറ്റൊരു ചരിത്ര നേട്ടത്തിന്റെ കഥയാണ് നോർവേയ്ക്ക് പറയാനുള്ളത്. ഫുട്ബോളിൽ ഇതുവരെ 88 ടീമുകളെ നേരിട്ടിട്ടുള്ള ബ്രസീലിന് ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേയൊരു ടീമാണ് നോർവേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലും നോർവേയും ഇതുവരെ 7 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ 1 തവണ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. തോൽവിയുടെ ആഘാതം മാറുന്നതിന് മുൻപേ ആരാധകർക്ക് ഇരുട്ടടിയായി പ്രിയതാരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനവും. ബ്രസീലിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന ബഹുമതിയോടെയാണ് നെയ്മർ 16 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചത്. ബ്രസീൽ ടീമിനായി 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളും 59 അസിസ്റ്റുകളും 34-കാരനായ നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. താൻ പരമാവധി ശ്രമിച്ചുവെന്ന മത്സരത്തിന് ശേഷം നെയ്മർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇവിടെ വെച്ചാണ് എല്ലാം തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ താൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നെയ്മർ പറഞ്ഞു. 2010-ൽ രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പിലെ ഏറ്റവും ആവേശം നിറച്ച മത്സരത്തിൽ മെക്സിക്കോയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. മത്സരത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോയ്ക്കായിരുന്നു ആധിപത്യം. ഇതിനിടെയാണ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടിയത്. 2 മിനിറ്റിനുള്ളിൽ തന്റെ 2ാം ഗോളും നേടി. 2 മിനിറ്റിനുള്ളിൽ മെക്സിക്കോ ക്വിനോനസിലൂടെ ആദ്യ ഗോൾ നേടി. 2ാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിന് കനത്ത തിരിച്ചടിയായി ക്വാൻസ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. ഇംഗ്ലണ്ടിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ലക്ഷ്യത്തിലെത്തിച്ചതോടെ ഇംഗ്ലണ്ട് 3-1 മുന്നിലെത്തി. അതിനിടെ മെക്സിക്കോയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത റൗൾ ജിമേനസ് പന്ത് വരയിലാക്കിയതോടെ സ്കോർ 3-2 മാറി. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ നോർവേയാണ്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അറേബ്യൻ ഡെർബി എന്നറിയപ്പെടുന്ന പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം രാത്രി 12:30 നടക്കും. നാളെ പുലർച്ചെ 5:30 USA ബെൽജിയത്തെ നേരിടുന്നത്. അതേസമയം നാളെ രാത്രി 9:30 അർജന്റീന ഈജിപ്ത് പോരാട്ടം. യൂറോപ്പിലെ അയൽക്കാർ തമ്മിലുള്ള പോരാട്ടമാണ് ഏറ്റവും ശ്രദ്ധേയം. ഫുട്ബോളിൽ ഐബീരിയൻ ഡെർബി എന്നറിയപ്പെടുന്ന പോർച്ചുഗൽ സ്പെയിൻ ഏറ്റുമുട്ടൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പോരാട്ടങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തിൽ ഇതുവരെ 41 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിൻ 17 ജയങ്ങളും പോർച്ചുഗൽ 7 വിജയങ്ങളും നേടിയിട്ടുണ്ട്. ബാക്കി മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഗ്രൂപ്പ് കെയിൽ 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തിയ പോർച്ചുഗൽ റൗണ്ട് ഓഫ് 32-ൽ ക്രൊയേഷ്യയെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ശ്രദ്ധേയ കേന്ദ്രം. എന്നാൽ റൊണാൾഡോ നിറം മങ്ങിയത് തിരിച്ചടിയാണ്. റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഓസ്ട്രിയയെ തകർത്താണ് സ്പെയിൻ പ്രീ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. ലോസ് ഏഞ്ചൽസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മുൻ ചാമ്പ്യന്മാർ വിജയിച്ചത്. മൈക്കൽ ഒയാർസബാലാണ് സ്പെയിനിന്റെ തുറുപ്പുചീട്ട്. ഒറ്റ ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ ഈ ലോകകപ്പിലെ കുതിപ്പ് തുടരുന്നത്. പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയത്തെയാണ് നേരിടുക. നോക്കൌട്ടിൽ ബോസ്നിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നത്. സെനഗലിനെ തോൽപ്പിച്ചാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിലെത്തിയത്. അവസാന സമയത്ത് തോൽവിയുടെ പടിക്കൽ നിന്നാണ് ബെൽജിയത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ബെൽജിയം ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ലെങ്കിലും റൗണ്ട് 32-ൽ കിടിലം ജയം നേടിയത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാളെ രാത്രി നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തിനെ നേരിടും.
കനത്ത വെല്ലുവിളി ഉയർത്തിയ കേപ്പ് വെർദയെ അധിക സമയത്ത് 3-2 എന്ന സ്കോറിന് മറികടന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക് ഇനി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നം കാരണം ശിക്ഷാവിധി നീട്ടിവെച്ചു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയാനിരുന്നത്. കൃത്യം നടന്ന് 1.5 വർഷം പിന്നിടുമ്പോഴാണ് വിധി വരുന്നത്. 2025 ജനുവരി 27-നാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴായിരുന്നു ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയും കുടുംബവുമാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വർഷങ്ങൾക്ക് ശേഷം മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൽ +1 ബാച്ചിലെ കുട്ടികൾക്ക് പങ്കുവയ്ക്കാനുള്ളത് ചരിത്ര നിമിഷത്തിൻ്റെയും പുത്തൻ പ്രതീക്ഷകളുടെയും കൂടി കഥയാണ്. നിരവധി പ്രമുഖരെ വാർത്തെടുത്ത ചരിത്രമുണ്ട് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്. ആൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളിൽ 233 വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടികൾ എത്തുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട്ടെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ ചുറ്റിരിക്കുന്നത് പെൺകുട്ടികളാണ്. 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പെൺകുട്ടികൾ പഠിക്കാനെത്തുന്നത്. ആൺകുട്ടികൾ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പനിനീർ പൂവും നൽകിയാണ് പെൺകുട്ടികളെ സ്വാഗതം ചെയ്തത്. കേട്ടറിവ് മാത്രമുള്ള സ്കൂളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് പോലും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രതീക്ഷകൾ ഏറെ വലുതാണ്. ഞങ്ങൾ സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളിലാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മളിതൊക്കെ മാറ്റിമറിക്കാൻ പോവാണ്. ഇപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാൻഡടിയും കൊണ്ടൊക്കെ നമുക്ക് നല്ല ആവേശമായിരുന്നു. വരുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. സെന്റ് ജോസഫിലൊക്കെ പഠിക്കാൻ അതൊരു പ്രിവിലേജ് അല്ലേ. ഇനി പ്രവേശനോത്സവം ഞങ്ങൾ തൂക്കി. കോഴിക്കോട്ടെ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും സ്കൂളിൽ പഠിക്കണമെന്ന ആശയമാണ് ഇതിന് പിന്നിൽ. ആൺകുട്ടികൾക്ക് മാത്രമല്ല കോഴിക്കോട്ടെ പെൺകുട്ടികളും ഇവിടെ പഠിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയും വിദ്യാഭ്യാസം എന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നും അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചൊരു ക്ലാസ് റൂമിൽ ഇരുന്നാണ് പഠിക്കേണ്ടതും ഒന്നിച്ചാണ് അവർ വ്യക്തിത്വ വികാസം പ്രാപിക്കേണ്ടതെന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു മിക്സഡ് സ്കൂളാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചതും അത് നടപ്പിലാക്കി. മിക്സഡ് സ്കൂളാക്കിയതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരുപോലെ സന്തോഷത്തിലാണ്. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജൂലൈ 24 നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി 14-ാം തീയതിക്കുള്ളിൽ നാമനിർദ്ദേശ പത്രിക നൽകണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിറകെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സുഖേന്ദു ശേഖർ റോയ്, സുസ്മിത ദേവ്, പ്രകാശ് സിംഗ് ബരായിക് എന്നിവരാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് പാർട്ടി അംഗത്വവും രാജ്യസഭാ അംഗത്വവും രാജിവെച്ചിരുന്നത്. KSRTC സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ നഷ്ടത്തിലായതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. സമരത്തിന്റെ ഭാഗമായി സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജില്ലയിലെ 450 സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് പണിമുടക്കുന്നത്. ജൂലൈ 20-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിക്കുന്ന ഉപവാസ സമരത്തിന് മുന്നോടിയായിട്ടാണ് ബസ് പണിമുടക്കും ധർണയും. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് കർഷകരെ കുടിയിറക്കാനുള്ള വനം വകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. 50 വർഷത്തിലധികമായി താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്ന കർഷകരുടെ ആവശ്യം നിലനിൽക്കുമ്പോഴാണ് വനം വകുപ്പിന്റെ കുടിയിറക്ക ഭീഷണി. ഇടുക്കിയിലെ ആദ്യകാല കുടിയേറ്റ മേഖലയാണ് കഞ്ഞിക്കുഴി. 70 വർഷത്തിലധികമായി താമസിക്കുന്നവരാണ് പല കുടുംബങ്ങളും. എങ്കിലും ഇവർക്ക് പട്ടയം ഇന്നും കിട്ടാക്കനിയാണ്. പട്ടയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അനന്തമായി നീളുന്നതിനിടയിലാണ് വനം വകുപ്പിന്റെ കുടിയിറക്ക് ഭീഷണി. ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിയമപ്രകാരമുള്ള ജണ്ട ഇട്ട് പോയിട്ടുള്ളതാണ്. ഈ ജണ്ട ഇട്ട് പോയതിന് ശേഷം പോലും അവർ പറയുന്നത് ജണ്ടയ്ക്ക് ഇപ്പുറത്തുള്ളൂ, അതായത് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സ്ഥലവും അവരുടേതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏലവും വർഷങ്ങളായിട്ടുള്ള കാപ്പി, കുരുമുളക് ഇതെല്ലാം വെട്ടിക്കളയുന്ന ഒരു പ്രവണതയാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഇത് ഇവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. റവന്യൂ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പോലും വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നു. ജനവാസ മേഖലയോട് ചേർന്നുള്ള അതിർത്തികളിൽ
കാട്ടുതീ തടയാനെന്ന പേരിൽ വനം വകുപ്പ് തീയിടുന്നത് പതിവാണ്. ഇത് കൃഷിയിടത്തിലേക്ക് പടരുന്നത് മൂലം പലരും ഇവിടെ നിന്ന് താമസം മാറ്റി. വർഷങ്ങളുടെ പഴക്കമുള്ള തെങ്ങുൾപ്പെടെയുള്ള കാർഷിക വിളകൾ പതിറ്റാണ്ടുകളായുള്ള ജനവാസത്തിന് തെളിവാണ്. എന്നാൽ ഇതൊന്നും വനം വകുപ്പ് അംഗീകരിക്കുന്നില്ല. അവർക്ക് ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന സ്ഥലം ഇവിടെ വേണം, അതാണ് അവരുടെ ഉദ്ദേശം. അവരിങ്ങനെ സ്ഥിരം വണ്ടി ഓടിച്ചിങ്ങനെ വരികയാണ്. 10, 25, 30 പേര് പട്ടാളം വരുന്ന പോലെ. ഏതായാലും അതുകൂടിയുള്ള ജനം അംഗീകരിക്കാൻ പോകുന്നില്ലെന്നുള്ളത് ഡെഫിനറ്റായ കാര്യമാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് സ്ഥിരം സംഭവമാണ്. എന്നാൽ പട്ടയമില്ലാത്തതിന്റെ പേരിൽ കർഷകർക്ക് നഷ്ടപരിഹാരവും ലഭിക്കാറില്ല. അമൃത ന്യൂസ്, ഇടുക്കി. മണ്ണിടിച്ചിൽ ഭീതി വിട്ടൊഴിയാതെ തൃശൂർ ദേശമംഗലം കൊറ്റമ്പത്തൂർ കോളനി പ്രദേശം. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാരെ മാറ്റി താമസിപ്പിച്ച പുതിയ പ്രദേശത്തും മണ്ണിടിഞ്ഞു. 30 അടിയോളം ഉയരത്തിൽ നിന്നും ഇടിഞ്ഞു വീണ മണ്ണിനകത്തുപെടാതെ കോളനിക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പഞ്ചായത്തിലെ പള്ളം എസ്റ്റേറ്റ് പടിയിൽ കൊറ്റമ്പത്തൂർ കോളനിയിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത്. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാർ താമസം മാറിയ പുതിയ ഉന്നതിയിലും മണ്ണിടിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീഷണിയിലാണ്. കുളപ്പുറത്ത് അസീസിന്റെ ഭാര്യ നസീറ വീടിന് പുറകുവശത്ത് വസ്ത്രം അലക്കുന്നതിനിടെ മഴയിൽ ഉഗ്രശബ്ദത്തോടെ പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണിടിയുന്ന ശബ്ദം കേട്ടതോടെ ഓടിമാറിയതിനാൽ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. വലിയ പാറകൾ വന്ന് പതിച്ചതിനാൽ പാത്രങ്ങളും മറ്റും മണ്ണിനടിയിൽപ്പെട്ടു. 2018 ഓഗസ്റ്റ് 15 മണ്ണിടിച്ചിൽ 4 പേരുടെ മരണത്തിനിടയാക്കുകയും 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉൾപ്പെട്ട 19ഓളം കുടുംബങ്ങൾക്കായി 2 ഏക്കറോളം ഭൂമിയും വീടും സർക്കാർ നൽകിയിരുന്നു. ഇവിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. സർക്കാർ നൽകിയ വീടുകളും പ്രദേശവും സുരക്ഷിതമല്ലെന്ന പ്രദേശവാസികൾ പറയുന്നു. നല്ല കല്ലും മണ്ണും ഒന്നിച്ചാണ് ഇടിഞ്ഞത്. ആദ്യം ഒരു വലിയൊരു പാറ വന്ന് വീണത്. അപ്പോൾ അതിൻ്റെ താഴെ അടുത്ത് വിട്ട സിക്കാൻ്റെ ഭാര്യ ജേസി തിരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഞങ്ങൾ ഓടി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വലിയ കല്ലും പാറയും കൂട്ടാണ് വീണത്. ഇങ്ങനെ അനുഭവങ്ങൾ ഇനിയും തുടരുകയെങ്കിൽ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുക? അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് മാറി താമസിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത്. എന്നാൽ എങ്ങോട്ട് മാറണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പല കുടുംബങ്ങളും. അമൃത ന്യൂസ്, തൃശൂർ. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.